ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ നോക്കുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസ്റ്റൽ ആർക്കിൻ്റെ എപ്പിസോഡ് 20 ആയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് മുന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ലേ, പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് ഡോമേനെയാണ്. നീ പന്നിയാൽ വളർത്തപ്പെട്ടവൻ ആണ് എന്നാണ് നീ പറയുന്നത്. പക്ഷേ നിന്റെ വാക്കുകളിലുള്ള നിന്റെ വഴി നിനക്ക് തന്നെ അറിയാം. എന്നിട്ട് നീ എന്തിനാ ചില തെറ്റായ ധാരണകൾ പഠിക്കുന്നത്? നിനക്കറിയുമോ, ആ സ്ഥലം നിലവിലില്ല. ഈ ലോകത്ത് സ്വർഗമോ നഗരമോ ഇല്ല. ഇത് കേട്ടുന്ന കനാവ പറയാണ്, അതെങ്ങനെ നിനക്കറിയാം? അതൊക്കെ മനുഷ്യന്മാരുടെ വെറും തോന്നലാണ്, അന്ധവിശ്വാസങ്ങൾ. അത് കാരണം അവർ ഭ്രാന്തന്മാരായി തീരും. താല്പര്യമുള്ളവരുമായി ജീവിക്കും, മധുരമുള്ള ജീവാമൃത് കുടിക്കുകയും ചെയ്യും. ദുഷ്ടന്മാർ അവയൊക്കെ ഇല്ലാതാക്കുമ്പോൾ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ ജീവിച്ച മനുഷ്യർക്ക് ദുരന്തം അനുഭവിക്കേണ്ടി വരും. ഡോമ പറയാണ്, മനുഷ്യർ ദയനീയരാണ്. അവർ അവരുടെ മനസ്സിനെ ആഴത്തിൽ സൂക്ഷിക്കും. ഇവന്റെ വർത്തമാനം കേട്ടിട്ട് നമ്മുടെ ഇനോസിക്കയ്ക്ക് ആകെ ദേഷ്യം പിടിക്കുന്നുണ്ട്. എടാ, നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇനോസിക്ക പ്രാന്തായി നിൽക്കുകയാണ്. ഇനോസിക്ക അവൻ്റെ വാളെടുത്ത് വെട്ടാൻ പോകുന്നത് മനസ്സിലാക്കി ഡോമ തന്നെ അപ്പം തന്നെ അവൻ്റെ ബ്ലഡ് ഡീമൺ ടെക്നിക്കുള്ള ഫ്രോസൺ ക്ലൗഡ് ഓപ്പൺ ചെയ്യാണ്. ഈ അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇനോസിക്ക അവൻ്റെ ബീസ്റ്റ് ബ്രീത്തിങ്ങിൻ്റെ 10th ഫോം തന്നെ യൂസ് ചെയ്യാണ്. 10th ഫോം എന്ന് പറയുന്നത് അവൻ്റെ കയ്യിലെ 2 സോഡില്ലേ, ആ സോഡ് വെച്ചിട്ട് അവനൊരു കാറ്റ് പോലെ കറക്കും, ഒരു ഫാൻ കറങ്ങും പോലെ. ആ കാറ്റിൻ്റെ പവറിൽ ആ ക്ലൗഡൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോവാണ്. ഇതൊക്കെ കണ്ട് ഡോമ പറയാണ്, നിനക്കിത് പറ്റുമെങ്കിൽ കുറച്ചുകൂടി ചെയ്യാമോ, എനിക്ക് ബോറടിക്കുന്നു. അപ്പോൾ തന്നെ കനോബ അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പുറകെ കൂടെ. ഇത് മനസ്സിലാക്കി ഡോമയാട്ടെ അവിടെ അറ്റാക്ക് ചെയ്ത് നൈസായിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ അവൾ ഫ്ലവർ ബ്രീത്തിങ് യൂസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഫ്ലവർ ബ്രീത്തിങ് യൂസ് ചെയ്തിട്ട് ഡോമയ്ക്കെതിരെ ഡോമേനെ കഴുത്ത് നേരെ വെട്ടാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ഡോമ അവൻ്റെ ഫാൻ യൂസ് ചെയ്തിട്ട് അവിടെ സോഡിനെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് അവളെ ആ ബ്രിഡ്ജിൽ നിന്ന് അടിച്ചിട്ട് വെള്ളത്തിലെടുത്തിടുകയാണ് ഡോമ. ആ അറ്റാക്ക് നല്ല ഫാസ്റ്റിലാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ട് ഇനോസിക്ക് ഡാമിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ കനോവ ആ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരികയാണ്. ഇനോസിക്കയാണെങ്കിൽ അവൻ്റെ സോഡ് എടുത്തിട്ട് വീണ്ടും ഡോമേനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ഡോമ പറയാണ്, അക്കാസയെ ആരോ പരാജയപ്പെടുത്തി. സോ എനിക്കിനി സമയമില്ല, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഐസ് ക്രിസ്റ്റൽ, അതായത് ഡോമേൻ്റെ ഒരു ക്ലോണിനെ അവിടെ ഇറക്കുകയാണ്. ഇത് നമ്മുടെ ഡോമേൻ്റെ അതേ പവർ തന്നെയാണുള്ളത്, പക്ഷേ ഇതൊരു ക്ലോണാണ്, അതായത് ക്രിസ്റ്റൽ പോലെ ഉണ്ടാവും കാണാൻ. ഇത് നേരെ വന്നിട്ട് അതിൻ്റെ സീലിങ്ങിൽ പോയി നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് കനോവെ ഇനോസിക്കയൊക്കെ ഷോക്കായി നിൽക്കുകയാണ്, ഇതെന്താ സാധനം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തന്നെ ഈ ക്ലോണ് നേരിട്ട് തന്നെ താഴോട്ട് ലാൻഡ് ചെയ്യാണ് ആ ബ്രിഡ്ജിലേക്ക്. ഇനോസിക്ക അപ്പം തന്നെ അവൻ്റെ സോഡ് എടുത്തിട്ട് ആ ക്ലോണിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ക്ലോണ് ബ്ലഡ് ഡീമൺ ടെക്നിക്കായിട്ടുള്ള ലോട്ടസ് യൂസ് ചെയ്യുകയാണ്. ആ ലോട്ടസിലെ ഓരോരോ ലോട്ടസിൻ്റെ ഇതളുകൾ ഇനോസിക്കയ്ക്ക് നേരെ പോവുകയാണ്. ഇനോസിക്ക അവൻ്റെ സോഡ് കറക്കിയിട്ട് ആ എല്ലാ അറ്റാക്കിനെയും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കനോവ അവളുടെ ഫ്ലവർ ബ്രീത്തിങ് യൂസ് ചെയ്തിട്ട് ആ എല്ലാ ക്രിസ്റ്റൽസിനെയും അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഡോമ പറയാണ്, ഞാൻ അവനെ നിങ്ങൾക്ക് വിട്ടുതരാം. ഇത് എൻ്റേതുപോലെ തന്നെ ശക്തനാണ്. ഇപ്പം പോകുന്നത് കണ്ടിട്ട് ഇനോസിക്കെ പറയാണ്, എടാ ഓടിപ്പോകരുത്, നീ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഷൗട്ട് ചെയ്ത് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ആ ക്ലോണ് നേരെ ഇനോസിക്കയ്ക്ക് നേരെ ചാടി വരികയാണ്. ഇനോസിക്കെ ജസ്റ്റ് ആ ക്ലോണിൻ്റെ മുന്നിൽ നിന്ന് അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ തന്നെ അത് വീണ്ടും ലോട്ടസ് യൂസ് ചെയ്യുകയാണ്. ഇനോസിക്കെ നേരെ ചാടുകയാണ്. അതുകൊണ്ട് തന്നെ ആ ക്രിസ്റ്റലൊന്നും ഇനോസിക്കിൻ്റെ മേൽ കൊല്ലുന്നുണ്ടായിരുന്നില്ല. അവൻ എൻ്റെ ബ്ലഡ് ഡീമൺ ടെക്നിക്കിൽ വിശ്വസിക്കുന്നില്ലേ എന്ന് ഡോമ തന്നെ സ്വയം ചിന്തിക്കുകയാണ്. ഇനി എൻ്റെ വഴിയിൽ വരരുതെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ക്ലോൺ വീണ്ടും വൈറ്റ് ബ്ലിസാർഡ് പ്രിൻസസിനെ യൂസ് ചെയ്യാണ്. ആ 2 പ്രിൻസസും കൂടെ ഒരു ഐസ് വിൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനോസിക്ക് ഇത് കണ്ട് ഓടിപ്പോവാണ്. എന്നിട്ട് ഇനോസിക്ക് പറയുന്നുണ്ട്, എന്തൊരു നരകമാണ് എന്ന്. ഡോമ പറയാണ്, ഇവനൊരു അടിപൊളിയാണ്, അവൻ രക്ഷപ്പെട്ടാൽ അവനെ ഞാനൊരു ഡീമനാക്കും. ഇവനെപ്പോൾ ഒരാളെ ഞാൻ ഇതിൻ്റെ മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ തന്നെ വീണ്ടും ആ ക്ലോൺ വന്നിട്ട് അതിനെ വലിയൊരു ലോട്ടസ് യൂസ് ചെയ്തിട്ട് ഒരുപാട് ലോട്ടസ് അറ്റാക്ക് ചെയ്യാണ്. ഇതാണെങ്കിൽ കനോബ ഇനോസിക്കിനോട് പറയുന്നുണ്ട് അവൻ ഓടി രക്ഷപ്പെടാൻ പോകുന്നുണ്ടെന്നൊക്കെ. അപ്പം തന്നെ ഇനോസിക്ക് പറയുന്നുണ്ട്, ഞാൻ അവനെ കൊല്ലാൻ പരമാവധി ശ്രമിക്കുമെന്ന്. അപ്പോൾ ഡോമൻ പറയാണ്, ഇവരെ എങ്ങനെയെങ്കിലും ഈ കാസിൽ നിലനിർത്താൻ ഞാൻ നോക്കും. ഇവർ അടിപൊളിയാണ്, ഇവർ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, എനിക്കിവരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവർക്ക് കുറച്ചുകൂടെ പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ആ ഫാൻ യൂസ് ചെയ്തിട്ട് കൂടുതൽ ക്ലോൺസിനെ ഉണ്ടാക്കാൻ നോക്കുക. നിങ്ങൾ ഇനി കുറച്ച് നേരം എൻ്റെ ഡീമൻ മക്കളുമായി ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്ലോൺസിനെ അവിടെ ഉണ്ടാക്കുകയാണ്. അതായത് ഒരു 5 ക്ലോണിനെങ്കിൽ ഇനോസിക്ക് അവൻ്റെ ഫാൻ യൂസ് ചെയ്തിട്ട് ഒരു ക്രിസ്റ്റൽ ടൈപ്പിൽ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അവരെല്ലാവരും അവരുടെ ബ്ലഡ് ഡീമൺ ടെക്നിക്കായിട്ടുള്ള ക്രിസ്റ്റലിൻ്റെ പല ഫോംസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇനോസിക്കും കനോവയ്ക്കൊക്കെ നേരെ വരികയാണ്. ഇനോസിക്ക് അവൻ്റെ മനസ്സിൽ പറയുകയാണ്, ഇല്ല, ഇവരെല്ലാവരെയും തോൽപ്പിക്കും. ആ ഡീമനെ എനിക്ക് കൊല്ലണം. ആ ഡീമനെ കൊല്ലാനുള്ള എല്ലാ വഴികളും സാധ്യമാക്കും. ഡോമ പറയാണ്, ഞാൻ ഈ കോട്ടയിലെ എല്ലാ ഡീമൺ ഹണ്ടേഴ്സിനെയും തോൽപ്പിക്കും. ഇവർ കുറച്ചു നേരം കൂടെ എന്നോട് കളിച്ചാൽ ഞാൻ എൻ്റെ എല്ലാ ശക്തികളും ഇവർക്ക് നേരെ എടുക്കും. അപ്പോൾ തന്നെ ഇനോസിക്കും കനോവയ്ക്കൊക്കെ നേരെ ഒരുപാട് അറ്റാക്കുകൾ വരുന്നുണ്ട്. ലോട്ടസ് വെച്ചിട്ടും ബ്രീത്ത് വെച്ചിട്ടും പിന്നെ ക്രിസ്റ്റലും ഒക്കെ വെച്ചിട്ട് ഇനോസിക്ക് ഒരുപാട് പരിക്ക് നിൽക്കുന്നുണ്ട്. അത്രയ്ക്ക് ഫാസ്റ്റിലാണ്. അപ്പോൾ കനോവ പറയുന്നുണ്ട്, അവൻ ഇപ്പം രക്ഷപ്പെടുമെന്ന്. ഇനോസിക്ക് പറയാണ്, ഇല്ല, ഞാൻ അവനെ കൊല്ലും, എനിക്ക് അവൻ്റെ അടുത്ത് പ്രതികാരം തീർക്കണം. ഡോമ അങ്ങനെ പെട്ടെന്ന് ആ വാതിൽ തുറക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ഡോമേൻ്റെ മുഖത്ത് ഒരു പോയിസൺ ഏറ്റ പോലെ ആവുകയാണ്. അവൻ്റെ കണ്ണൊക്കെ തൂങ്ങി വരികയാണ്. ഇതൊരു ഷിനോബുവിൻ്റെ അറ്റാക്ക് പോലെയാണ് ഡോമയ്ക്ക് തോന്നിയത്. ഷിനോബുവിൻ്റെ മുഖം ഷിനോബുവിനെ അവന് മനസ്സിൽ ഓർക്കുകയാണ്. അവൾ അത്രയ്ക്ക് അറ്റാക്കിൻ്റെ മുന്നിൽ ഡോമയ്ക്കെതിരെ ഒരു പോയിസൺ അവൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫൈറ്റിൽ. ഡോമയ്ക്ക് ഒരു കിടിലൻ അറ്റാക്ക് തന്നെയായിരുന്നു അത്.
അപ്പോൾ തന്നെ ഡോമ പറയാണ്, എൻ്റെ ഫേസ് തണുത്തു പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ ഷിനോബുവിൻ്റെ മുഖം പ്രത്യക്ഷപ്പെടുകയാണ്. അവളെ പോലെ തന്നെയാണ് അവളും ഫൈറ്റ് ചെയ്യുന്നത്. എനിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഡോമ നിൽക്കുന്നത് കൂടി ഈ ചാപ്റ്ററും കൂടെ എൻഡ് ആവുകയാണ്.